ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് അപ്പം, ചപ്പാത്തി, പത്തിരി, അതുപോലെ ഗീ റൈസ്, ഫ്രൈഡ് റൈസ്, പാർട്ടി സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, പിന്നെ കോക്കനട്ട് മിൽക്ക് പുലാവ്, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ മസാലയ്ക്ക് വേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 1/2 കിലോ ഉണ്ട്. അപ്പോൾ ഇതിലിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1 ടീസ്പൂൺ നിറച്ചെടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ തൈര്. പുളിയില്ലാത്ത തൈരായിരിക്കണം. അഥവാ ഉണ്ടെങ്കിൽ ചെറിയൊരു പുളിയൊക്കെ ഇരിക്കാവും. ഒരുപാടങ്ങ് പുളിക്കുന്ന എടുക്കരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു 1/2 ടീസ്പൂണൊക്കെ ഇടാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ കുറച്ചൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ ചിക്കനിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലായിരിക്കുന്നത്. ഫ്ലെയിം കുറയ്ക്കണ്ട. ഒരു 3-4 മിനിറ്റ് നേരം 2 സൈഡും ഒന്ന് കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട. ഹൈ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നേരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതെടുത്ത് മാറ്റാം. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ എണ്ണയിലോട്ട് ഒരു നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം നല്ലതായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ജീരകമൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലിട്ട് വലിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് അരിഞ്ഞത്. ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയുടെ നിറമൊക്കെ നല്ലതായിട്ടൊന്ന് മാറണം. നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആകണം. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കാം. ഇത് പുള്ളിയുടെ നിറമൊക്കെ നല്ലതായിട്ട് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് ഇനി വഴറ്റാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോവുകയും വേണം. ഉള്ളി കുറച്ചും കൂടെയൊക്കെ ഒന്ന് വഴന്ന് വരണം. പുള്ളിയൊക്കെ നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലോട്ട് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നല്ലതായിട്ടൊന്ന് ഇളക്കാം ലോ ഫ്ലെയിമിൽ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പായാലും മതി. ശകലം വെള്ളം, 1/4 കപ്പ്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇതിലോട്ട് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ മസാലയ്ക്കും എല്ലാത്തിനും ആവശ്യത്തിനുള്ള ബാക്കി ഉപ്പും കൂടി ഇടാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് മീഡിയം സൈസിലൊരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ട് അരിഞ്ഞേക്കുന്നത്. പിന്നെ 3/4 ടീസ്പൂൺ കസൂരി മേത്തി, ഉലുവയില ഉണങ്ങിയത്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിരിച്ചും ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പുലാവ്, കോക്കനട്ട് മിൽക്ക് പുലാവ്, ഗീ റൈസ്, അതുപോലെ പാർട്ടി സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഇല്ലേ, ചിലയിടത്ത് പുലാവ് എന്ന് പറയും. പിന്നെ ചപ്പാത്തി, പത്തിരി, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ മസാല ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.